السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين، أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ചനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവൻ്റെ പൊരുത്തവും അവൻ്റെ സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ, സന്ദർഭങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 6 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അള്ളാഹ് 7 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അതിനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അർ-റഹ്മാൻ, പരമകാരുണികൻ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമവിശേഷണങ്ങളിൽ തുടങ്ങിയ ആയത്തിൽ റഹ്മാനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൻ്റെ 3 ഉദാഹരണങ്ങൾ അള്ളാഹു തുടക്കത്തിൽ പറഞ്ഞു. അള്ളാഹുവാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്. അവന് വിവരണങ്ങളും മനസ്സിലുള്ളത് വിവരിക്കുവാനും സംസാരിക്കുവാനും ഒക്കെയുള്ള കഴിവും ബയാൻ അള്ളാഹുവാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച് പറഞ്ഞു തന്നു. കൃത്യമായ കണക്കനുസരിച്ച് കൊണ്ടാണ് അത് നിലകൊള്ളുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം ആഗ്രഹിക്കുന്ന സമയത്ത് ആ ചന്ദ്രൻ്റെ പിറവിയോ സൂര്യൻ്റെ ഉദയമോ അസ്തമയമോ ഉണ്ടാവുകയില്ല. എല്ലാം ബിഹുസ്ബാൻ, അല്ലാഹു തആലയാണ് അത് കണക്കാക്കുന്നത്, എപ്പോൾ ഉദിക്കണമെന്നും എപ്പോൾ അസ്തമിക്കണമെന്നും എന്നുദിക്കണമെന്നും ഒക്കെ. അതേപോലെ വന്നജുമു വശജറു യസ്ജുദാൻ, സൂര്യനും നജ്മു വശജറു, നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും എല്ലാം റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ, അത് മാത്രമല്ല വസ്സമാഅ, ആകാശത്തെ, ആകാശം, റഫഅ ഉയർത്തി, ഹാ അതിനെ, ആകാശത്തെ ഉയർത്തിയത് അല്ലാഹുവാണ്, ആകാശത്തെ ഉയർത്തുകയും ചെയ്തത് അല്ലാഹുവാണ്. വവളഅൽ മീസാൻ, വവളഅ വെച്ചു, സ്ഥാപിച്ചു, എന്തിനെ? മീസാൻ, തുലാസ്. വവളഅൽ മീസാൻ, തുലാസിനെ വെക്കുകയും സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ആര്? അർ-റഹ്മാൻ, അല്ലാഹു. വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ, ആകാശത്തെ അല്ലാഹു ഉയർത്തിയുണ്ടാക്കുകയും തുലാസിനെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, അല്ലാ തത്ഗൗ, നിങ്ങൾ അതിരുവിടാതിരിക്കുവാൻ വേണ്ടി, നിങ്ങൾ ക്രമം തെറ്റാതിരിക്കുവാൻ വേണ്ടി, ഫിൽ മീസാൻ, തുലാസിൽ, നിങ്ങൾ തുലാസിൽ തൂക്കത്തിൽ ക്രമം തെറ്റാതിരിക്കാൻ വേണ്ടി. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, മീസാൻ തുലാസ്, വസ്ന് തൂക്കുക. എന്നിട്ട് അല്ലാഹു പറയാം വഅഖീമു, അതുകൊണ്ട് നിങ്ങൾ നിലനിർത്തണം അൽ വസ്ന, തൂക്കത്തെ,
തൂക്കത്തെ നിങ്ങൾ നിലനിർത്തണം, ബിൽ ഖിസ്തി നീതിയോടുകൂടെ നിങ്ങൾ തൂക്കണം. വലാ തുഖ്സിറൂ നിങ്ങൾ നഷ്ടം വരുത്തരുത്, അൽ മീസാന തുലാസിൽ നഷ്ടം വരുത്തുകയും ചെയ്യരുത്. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ നിങ്ങൾ നീതിമുറയനുസരിച്ച് തൂക്കം നിലനിർത്തുവീൻ. കാരണം ആ മീസാനിനെ സ്ഥാപിച്ചിട്ടുള്ളത് അല്ലാഹുവാണ്. വലാ തുഖ്സിറുൽ മീസാൻ തുലാസ് അഥവാ തൂക്കം നിങ്ങൾ നഷ്ടം വരുത്തുകയും ചെയ്യരുത്. വൽ അർള വളഅഹാ ലിൽ അനാം ആകാശത്തെ ഉയർത്തിയത്, വശംസ സൂര്യനെ, വസ്സമാ ആകാശത്തെ, റഫഅഹ അതിനെ ഉയർത്തിയത് അല്ലാഹുവാണ്. ആകാശത്തെ മാത്രമല്ല, വൽ അർള ഭൂമിയെയും, വളഅഹ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു, ലിൽ അനാമി സൃഷ്ടികൾക്ക് വേണ്ടി. വൽ അർള ഭൂമിയെ, വളഅഹ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു, ലിൽ അനാമി ജീവികൾക്ക്, സൃഷ്ടികൾക്ക് വേണ്ടി. ഭൂമിയെ അല്ലാഹു സൃഷ്ടികൾക്ക് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഫീഹ അതിലുണ്ട്, ഏതിൽ? ഫീഹ അതിലുണ്ട്, ഏതിലുണ്ട്? അർള് ഭൂമി. ഫീഹ ആ ഭൂമിയിലുണ്ട്. മുകളിലുള്ള അർള് എന്ന പദത്തിലേക്കാണ് ഹ എന്ന ലമീർ മടങ്ങുക. ഫീഹ അതിലുണ്ട്, ഭൂമിയിലുണ്ട്, ഫാക്കിഹത്തുൻ പഴവർഗ്ഗങ്ങൾ, വിവിധ ഇനങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ ഭൂമിയിൽ അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു. വന്നഖ്ലു ഈത്തപ്പനയും, വന്നഖ്ലു ഈത്തപ്പനയുമുണ്ട്. ദാത്തുൽ അക്മാം പാളകളുള്ള ഈത്തപ്പനകളും അതേ പ്രകാരം പഴവർഗ്ഗങ്ങളും ആ ഭൂമിയിലുണ്ട്. അത്തരത്തിലുള്ള ഭൂമിയെ വളഅഹാലിൽ അനാം സൃഷ്ടികൾക്ക് വേണ്ടി അല്ലാഹു ഭൂമിയെ സ്ഥാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഈത്തപ്പനയും പഴവർഗ്ഗങ്ങളും മാത്രമല്ല, വൽഹബ്ബു ദുൽ അസ്ഫി വർറൈഹാൻ വൽഹബ്ബു ധാന്യങ്ങളുണ്ട്, വിവിധങ്ങളായ ധാന്യങ്ങളും ഭൂമിയിലുണ്ട്. ദുൽ അസ്ഫി വൈക്കോലുള്ളതായ, അസ്ഫ് വൈക്കോൽ, ഓലയുള്ളതായ ഹബ്ബുകളും ധാന്യങ്ങളും ഉണ്ട്. പിന്നെയോ വർറൈഹാൻ സുഗന്ധച്ചെടിയുമുണ്ട്. അപ്പൊ വൈക്കോലുള്ള ധാന്യവർഗവും സുഗന്ധച്ചെടിയും പഴങ്ങളും പാളകളുള്ള ഈത്തപ്പനകളുമെല്ലാം ഭൂമിയിലുണ്ട്. ആ ഭൂമിയെ അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ളത് സൃഷ്ടികൾക്ക് വേണ്ടിയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫബിഅയ്യി അപ്പോൾ ഏതൊന്നിനെയാണ്, ആലാഇ റബ്ബികുമാ നിങ്ങളുടെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ്, തുകദ്ദിബാൻ നിങ്ങൾ ഇരുവരും കളവാക്കുന്നത്, നിഷേധിക്കുന്നത്, വ്യാജമാക്കുന്നത്. നിങ്ങൾ ഇരുവരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരും ജിന്നുകളുമാണ്. മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങൾ രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് വ്യാജമാക്കുന്നത്? ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം. 7, 8, 9 ഈ 3 ആയത്തുകളിൽ പ്രധാനമായും അള്ളാഹു പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് വസ്സമാഅ റഫഅഹ ആകാശത്തെ ഉയർത്തിയത് അള്ളാഹുവാണ്. ആകാശത്തെക്കുറിച്ച് വിവിധ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് അള്ളാഹു പറഞ്ഞത് വളഅൽ മീസാൻ തുലാസ് സ്ഥാപിച്ചത് അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ തുലാസിൻ തൂക്കത്തിൽ ക്രമം തെറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണത്. നിങ്ങൾ നീതിമുറയനുസരിച്ച് തൂക്കം നിലനിർത്തണം, തൂക്കം നഷ്ടം വരുത്തുകയും ചെയ്യരുത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. മീസാനിനെ കുറിച്ചാണ്. മീസാൻ എന്നാൽ തൂക്കി കണക്കാക്കുന്നത് അഥവാ തുലാസ് എന്നാണ് വാക്കാർത്ഥം. എന്നാൽ അതുകൊണ്ടുള്ള വിവക്ഷ പണ്ഡിതന്മാർ പറയുന്നത് സത്യവും അസത്യവും, ന്യായവും അന്യായവും ഏതൊക്കെയാണ് എന്ന് തൂക്കി കണക്കാക്കാനുള്ള മാനദണ്ഡം കൃത്യമായി റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ്. ഒരു കാര്യം ന്യായമാകുന്നത്, ഒരു കാര്യം അന്യായമാകുന്നത്, ഒന്ന് സത്യമാകുന്നത്, അസത്യമാകുന്നത്, നന്മയാകുന്നത്, തിന്മയാകുന്നത് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചുകൊണ്ട് അല്ല എന്നർത്ഥം. ഒരു കാര്യം നന്മയാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല. നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും ചിലപ്പോൾ അത് നന്മയാകാം, തിന്മയാകാം. അപ്പൊ സത്യവും അസത്യവും അതേ പ്രകാരം ന്യായവും അന്യായവും ഒക്കെ റഹ്മാനായ റബ്ബ് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? വളഅൽ മീസാൻ അവൻ കൃത്യമായി അത് സ്ഥാപിച്ചിട്ടുണ്ട്, അത് അവൻ നിലനിർത്തിയിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ടുള്ള ലക്ഷ്യം. എന്നാൽ അതോടുകൂടെ നാം സാധാരണ തൂക്കി കണക്കാക്കാറുള്ള സാധാരണ തുലാസുകളില്ലേ, നമ്മുടെ കടകളിൽ തൂക്കാനും അളക്കാനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ,
തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുലാസും ഈ ഇനത്തിൽ ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ത്, നിങ്ങൾ കൃത്യമായി അതിൽ ആ തൂക്കത്തിൽ നഷ്ടം വരുത്താൻ പാടില്ല, നീതിമുറക്കനുസരിച്ചായിരിക്കണം നിങ്ങൾ തൂക്കം നടത്തേണ്ടത്, ഒരിക്കലും അതിൽ ക്രമം തെറ്റിക്കാൻ പാടില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല 83-ാമത്തെ അധ്യായമുണ്ട് സൂറത്തുൽ മുത്തഫിഫീൻ. മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ അളവിൽ കുറക്കുന്നവർ എന്നതാണ്. തൂക്കത്തിലോ അളവിലോ കുറവ് വരുത്തുന്ന ആളുകൾ എന്നാണ് ആ പദത്തിന്റെയും അർത്ഥം തന്നെയും. അത്തരത്തിലുള്ള ഒരു സൂറത്ത് തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്ന സമയത്ത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു, കുറവ് വരുത്തുന്നവരായിരുന്നു. തൂക്കത്തിലൂടെയും അളവിലൂടെയും ഒക്കെ കുറവ് വരുത്തി തങ്ങൾ കൂടുതൽ സമ്പാദിക്കുകയും ഉപഭോക്താക്കളാകുന്ന ആളുകളെ കബളിപ്പിക്കുകയും അവർക്ക് നഷ്ടം വരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിക്കുകയും അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് കേട്ട് അവരുടെ അളത്തവും തൂക്കവുമെല്ലാം നന്നാക്കി എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. കച്ചവടക്കാരാകുന്ന ആളുകൾ ഏറെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട, അതല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർ തൂക്കിയും അളന്നുമൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഏറെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീനിലൂടെ പറയുന്നത് നോക്ക്, വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിൽ കുറവ് വരുത്തുന്നവർക്ക് മഹാനാശമാണ്, അളവിൽ കുറവ് വരുത്തുന്നവർക്ക് മഹാനാശമാണ്. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, അതായത് ഒരു കൂട്ടർ അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും. ഇങ്ങോട്ട് തൂക്കി വാങ്ങുമ്പോൾ, ഇങ്ങോട്ടൊരു കാര്യം തൂക്കി വാങ്ങുകയാണെങ്കിൽ അത് കൃത്യമായ അളവ്, കണിശമായ നിലപാട് സ്വീകരിക്കും. ഒരു ഗ്രാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവുകയില്ല. അവർ ഇങ്ങോട്ട് അളന്നു വാങ്ങുകയാണെങ്കിൽ, തൂക്കി വാങ്ങുകയാണെങ്കിൽ. എന്നാലോ അവർ അങ്ങോട്ട് അളന്നു കൊടുക്കുമ്പോ, അല്ലെങ്കിൽ അവർ അങ്ങോട്ട് തൂക്കി കൊടുക്കുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും. 1-2 ഗ്രാമുകളൊക്കെ, അല്ലെങ്കിൽ കുറഞ്ഞ ഗ്രാമുകളൊക്കെ അവരെന്ത് ചെയ്യും? ആ തൂക്കത്തിൽ കബളിപ്പിക്കും. അത് വാങ്ങുന്ന ആളുകൾക്ക് മനസ്സിലാകുകയും ഇല്ല. എന്നാൽ ഇങ്ങോട്ട് അവർ വാങ്ങുകയാണെങ്കിൽ കൃത്യമായ തൂക്കിയും അളന്നും വാങ്ങും. അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ കുറവ് വരുത്തുകയും ചെയ്യും. അത്തരം ആളുകൾക്ക് വൈലുൻ, അവർക്ക് നാശമുണ്ട്. ഇനി അല്ലാഹു പറയുന്നത് നോക്ക്, ഇങ്ങനെ തൂക്കത്തിലും അളവിലും കുറവ് വരുത്തുകയും മറ്റുള്ളവരെ കബളിപ്പിക്കുകയും മറ്റുള്ള ആളുകൾക്ക് നഷ്ടമുണ്ടാക്കുകയും ഇവർ ലാഭക്കാരാവുകയും പണമുണ്ടാക്കുകയും ചെയ്യുമ്പോ അവരാലോചിക്കുന്നില്ലേ, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, അങ്ങനെ തൂക്കത്തിലും അളറ്റത്തിലും കബളിപ്പിക്കുന്ന ആളുകൾ, പറ്റിക്കപ്പെടുന്ന ആളുകൾ, അവർ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ, ഉലൈക അന്നഹും മബ്ഊസൂൻ, ഞങ്ങൾക്കൊരു മരണം വരാനുണ്ടെന്നും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, അങ്ങനെ മരണാനന്തരം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും എന്ന് അവർ ആലോചിക്കുന്നില്ലേ. യൗമിൻ അലീം, വമ്പിച്ച ഒരു ദിവസത്തിലേക്ക്, ഒരാളും സഹായിക്കപ്പെടാനില്ലാത്ത ദിവസത്തിലേക്ക്. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിലേക്ക് ജനങ്ങളെല്ലാം എഴുന്നേറ്റ് വരുന്ന ആ ഒരു വമ്പിച്ച ദിവസം, ആ ദിവസത്തിലേക്ക് എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് ഞങ്ങളെന്ന ചിന്തയില്ലാതെയാണോ ഇവർ അളത്തത്തിലും തൂക്കത്തിലുമെല്ലാം കുറവ് വരുത്തുന്നത്, മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിലുള്ള സന്ദേശം വളരെ വ്യക്തമാണ്, വളരെ ഗൗരവമായതാണ്. ഏതാളുകളും സമ്മതിക്കും, മുസ്ലിമീങ്ങൾ മാത്രമല്ല, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, അളത്തത്തിലും തൂക്കത്തിലും മറ്റുള്ള ആളുകളെ കബളിപ്പിക്കുക എന്നത് ഏറെ മോശമായ ഏർപ്പാടാണ്. അതിന് മതം ഉണ്ടാകണമെന്നില്ല. മതമുള്ളവരും ഇല്ലാത്തവരും നിരീശ്വരവാദികളും അള്ളാഹുവിനെ പരിഹസിക്കുന്നവരും എല്ലാവരും പറയുമെന്ത്, തന്നെ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കടയിൽ നിന്ന് അളന്നോ തൂക്കിയോ സാധനങ്ങൾ വാങ്ങുമ്പോ അതിൽ കാപട്യം ചെയ്യുന്നത്, അതിൽ മറ്റുള്ള ആളുകളെ പറ്റിക്കുന്നത് അത് വളരെ മോശമാണ്, അതൊരു വൃത്തികെട്ട സ്വഭാവമാണ് എന്ന് വിശ്വസിക്കാത്ത, പറയാത്ത ഒരാളും ഉണ്ടാവുകയില്ല. എന്നാൽ ഈ ഒരു അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. പലപ്പോഴും പറ്റിക്കപ്പെടുന്നുണ്ട്. 1 ലിറ്ററിന്റെ സാധനം 1 ലിറ്ററാണെന്ന് വിചാരിച്ച് വാങ്ങിയാൽ അത് മിക്കവാറും പല സാധനങ്ങളിലും ആ 1 ലിറ്റർ ഉണ്ടാവുകയില്ല. അതിൻ്റെ ഗ്രാമുകൾ കുറയും. തൂക്കത്തിൽ അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ വാങ്ങി വേറെ ഏതെങ്കിലും ഒരു തുലാസിലിട്ട് കൊണ്ട് തൂക്കിയാൽ അതിൻ്റെ ഗ്രാമുകൾ കുറയുന്നതായി നമുക്ക് കാണാവുന്നതാണ്.
ഇങ്ങനെ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു അക്രമം നിസാരമായി കാണപ്പെടുന്ന ഈ അക്രമം അതീവ ഗൗരവമുള്ളതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർ വമ്പിച്ച നാശമാണ് അവർക്കുണ്ടാവുക എന്ന ശക്തമായ താക്കീത് റഹ്മാനായ റബ്ബ് നൽകിയിട്ട് ഖിയാമത്ത് നാളിൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് അതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ശക്തിയായ ഭാഷയിൽ തന്നെ റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ നാളെ പരലോകത്ത് നിന്ന് നിങ്ങളെ പിടികൂടുന്ന ദിവസമുണ്ട്. അവിടെ നിന്ന് മറുപടി പറയേണ്ടി വരും. ആരെയാണോ നിങ്ങൾ പറ്റിച്ചത് അവർക്ക് തീർച്ചയായും നിങ്ങൾ നഷ്ടം കൊടുക്കേണ്ടി വരും. കൊടുക്കാനൊന്നും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത അഅ്മാലുകൾ എടുത്തുകൊണ്ട് നാളെ അവർക്ക് വീതിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് സന്ദേശമായി പഠിപ്പിച്ചു തരികയാണ്. തോന്നിവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. നിസാരമായി നമുക്ക് തോന്നിയ നിസാരമാണെന്ന് നമുക്ക് തോന്നുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് പോലും അതിശക്തമായ നിലയിൽ വിശുദ്ധ ഇസ്ലാമ് കാഴ്ചപ്പാടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാണ് അറിയേണ്ടത്. അതുകൊണ്ട് ഈ നിലക്ക് തൂക്കത്തിലോ അതല്ലെങ്കിൽ അളവുന്നുകൊണ്ടോ കച്ചവടം ചെയ്യുന്ന ആളുകൾ അതീവ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മുടെ കടയിലേക്ക് നമ്മെ വിശ്വസിച്ചുകൊണ്ട് വരുന്ന ആ ആളുകൾക്ക് നഷ്ടം വരുത്തുന്ന രീതിയിൽ തൂക്കത്തിലോ അളവിലോ ഒരു നിലക്കും ഒരു കുറവും വരുത്താതെ ഒരു നഷ്ടവും വരുത്തരുത് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان 10, 11, 12 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അറിയിക്കുന്നത് ഭൂമി എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രം കുത്തകയല്ല എന്നാണ്. ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, സ്ഥാപിച്ചതാണ് എന്നല്ല അള്ളാഹു പറയുന്നത്. മറിച്ച് വൽ അർള, ഭൂമി എന്ന് പറയുന്നത് വളഅഹാ ലിൽ അനാം, എല്ലാ ജീവികൾക്കുമുള്ളതാണ്, സൃഷ്ടികൾക്കുള്ളതാണ്. പാമ്പും തേളും അതേ പ്രകാരം ഉറുമ്പുകളും ആനയും സിംഹവും എല്ലാ ജീവികൾക്കും, ചെറുതും വലുതുമായ എല്ലാ ജീവികൾക്കുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോന്നും അതിൻ്റെതായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എവിടെയാണോ ജീവിക്കാൻ അവസരം കൊടുത്തിട്ടുള്ളത് അവർ അവിടെ ജീവിക്കുക, അവരെ അവിടെ ബുദ്ധിമുട്ടിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. കാടുകളിൽ ജീവിക്കേണ്ട ജീവികളെ ആ കാടുകളിൽ പോയി അവരെ ഉപദ്രവിച്ച് പുറത്തേക്ക് നാട്ടിലേക്ക് ഇറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. നാട്ടിലേക്ക് മറ്റുള്ള ജീവികൾ വരുന്നതിനെ പ്രതിരോധിക്കാൻ അതിന്റെ സംവിധാനങ്ങൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഭൂമി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ 11ാമത്തെ ആയത്തിൽ പിന്നീട് അല്ലാഹു തആല ആ ഭൂമിയിൽ അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി അതേ പ്രകാരം മറ്റു സൃഷ്ടികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ചില വിഭവങ്ങൾ മാത്രം. ഒന്ന് ഫാഖിഹത്ത്, പഴവർഗ്ഗങ്ങൾ, എല്ലാ പഴവർഗ്ഗങ്ങളും പെടും. ദുനിയാവിൽ എത്രയെല്ലാം പഴവർഗ്ഗങ്ങളുണ്ട്. കണ്ടിട്ടുള്ള നമ്മൾ പരിചയമില്ലാത്ത വിവിധങ്ങളായ രൂപങ്ങളിലും ഭാവങ്ങളിലും നിറങ്ങളിലും രുചിയിലും എല്ലാം വ്യത്യസ്തതയുള്ള വിവിധങ്ങളായ പഴങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഫാഖിഹത്ത് എന്ന് പറയുന്നത്. അത് അല്ലാഹു തആല മനുഷ്യർക്ക് വേണ്ടി, അല്ലാഹു തആല അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് വന്നഖ്ലു ദാതുൽ അക്മാം, പാളകളുള്ള ഈത്തപ്പനകളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. വൽ ഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ, വൈക്കോലുള്ള ധാന്യങ്ങൾ, പിന്നെ ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ധാന്യങ്ങളുടെ ഓലയാണ് ഇവിടെ അസ്ഫ്, ദുൽ അസ്ഫ്, വൈക്കോലുடைய ധാന്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വറൈഹാൻ, സുഗന്ധ ചെടികൾ, വിവിധങ്ങളായ സുഗന്ധങ്ങളുള്ള വാസനകളുള്ള ചെടികളെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. ചെറിയ കാര്യങ്ങൾ മാത്രം. എന്നാൽ നമുക്ക് പരിചയമുള്ള, പ്രത്യേകിച്ച് അറബികളാകുന്ന ആളുകൾക്ക് പരിചയമുള്ള ഈത്തപ്പനയും തുടങ്ങിയ കാര്യങ്ങൾ, ഗോതമ്പും, അതെല്ലാം അവർക്ക് പരിചയമുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളതും. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ വിവരിച്ചിട്ട്, ഇതെല്ലാം നൽകിയത് അല്ലാഹുവാണ്, എല്ലാം സംവിധാനിച്ചത് അല്ലാഹുവാണ്, എല്ലാം നോക്കി നടത്തുന്നത് അല്ലാഹുവാണ്, അതിന്റെ നിയന്ത്രണത്തിലോ അതിന്റെ അധികാരത്തിലോ അതിനെ സംവിധാനിക്കുന്നതിലോ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം 13ാമത്തെ ആയത്ത്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, അല്ലാഹു ഭൂമിയിൽ അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള
ധാരാളം നിത്യ അനുഗ്രഹങ്ങളുണ്ട്. ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലെ ബുദ്ധിവർഗമായ രണ്ട് വിഭാഗം, മറ്റുള്ള നാൽക്കാലി മൃഗങ്ങൾക്കോ മറ്റോ ബുദ്ധിയില്ലാത്തവരാണ്. അവർക്ക് കൃത്യമായ ലക്ഷ്യബോധമില്ല. തിന്നണം, കുടിക്കണം, ഉറങ്ങണം, ഭോഗിക്കണം എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവും മറ്റുള്ള ജീവികൾക്കൊന്നുമില്ല. എന്നാൽ ഭൂമിയിലെ ബുദ്ധിജീവികൾ, ബുദ്ധിവർഗം രണ്ടെണ്ണമാണ്. ഒന്ന് മനുഷ്യരാണ്, മറ്റൊന്ന് ജിന്നുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇതെല്ലാം അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് എല്ലാ ജീവികൾക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ജീവികളിൽ നിന്ന്, ആ അനാമുകളിൽ നിന്ന് രണ്ട് വിഭാഗത്തെ മാത്രം അടർത്തിയെടുത്തു. കാരണം അവർ ബുദ്ധിയുള്ള ആളുകളാണ്. അത് ജിന്നുകളാണ്, മനുഷ്യരാണ്. ആ ജിന്നുകളോടും മനുഷ്യരോടും അല്ലാഹു ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? ഏതിനെയാണ് നിങ്ങൾക്ക് വ്യാജമാക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടവരാണ് നിങ്ങൾ. അതിന് നന്ദികേട് കാണിക്കുന്നവരാകരുത്, ഒരിക്കലും ഒന്നിനെയും നിഷേധിക്കുന്നവരാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് ധാരാളം നിഅമത്തുകളും അനുഗ്രഹങ്ങളും നിങ്ങൾ ചൊരിഞ്ഞു തന്നിട്ടുണ്ട് എന്നിരിക്കെ, അതൊക്കെ മനസ്സിലായിരിക്കെ ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ കളവാക്കുകയും വ്യാജമാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നത് മനുഷ്യരെ, ജിന്നുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് 13ാമത്തെ ആയത്തിലൂടെ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പല കാര്യങ്ങളും പറയുമ്പോൾ, വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞിട്ട് 31 തവണയാണ് എന്ന ഈ ആയത്ത് ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. വല്ല തെറ്റുകളും നമ്മുടെ ഭാഗത്ത് നിന്ന് തൂക്കത്തിലോ അളവിലോ മറ്റോ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചിന്താഗതിയിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായ റഹ്മാനായ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.